കലിപ്പൻ സെക്കനും മൊഞ്ചത്തി പെണ്ണും. രചന റുക്സാന ഷഫീഖ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീച്ച് പൂനോ. നിർമ്മാണം PNR ക്രിയേഷൻസ്. കൈ രണ്ടും കൂട്ടിപ്പിടിച്ച് പേടിച്ച് കണ്ണും പൂട്ടി അവളവന്റെ മുന്നിൽ അങ്ങനെ തന്നെ നിന്നു. പതിയെ തന്റെ കണ്ണുകൾ തുറന്നു നോക്കുമ്പോൾ തന്നെ തന്നെ ഉറ്റുനോക്കി നിൽക്കുന്ന ആബിദിനെയാണ് അവൾ കണ്ടത്. അവളുടെ നോട്ട് ഒരു നിമിഷം അവന് ഏൽക്കാൻ കഴിഞ്ഞില്ല. അതവന്റെ നെഞ്ചിൽ തുളച്ചു കയറുന്ന പോലെ തോന്നി. അവളുടെ ആ മാൻമയിൽ മതിമറന്നെങ്ങനെ അവൻ നോക്കി നിന്നു. ഏതാണ്ട് അവന്റെ അതേ അവസ്ഥ തന്നെയായിരുന്നു അഹാനയുടെയും. ആബിദ് തന്റെ അടുത്തിങ്ങനെ നിൽക്കുമ്പോൾ മുമ്പ് തോന്നിയതുപോലെ അവൾക്ക് അടിവയറ്റിലാകെ മഞ്ഞുകട്ടകൾ ഉരുകി വീഴുന്ന പോലെ തോന്നാൻ തുടങ്ങി. അതേതായാലും പേടി കാരണമല്ലെന്ന് അവൾ മനസ്സിലാക്കിയിരുന്നു. പിന്നെ എന്താ ഇത് റബ്ബേ, എന്താ ഇങ്ങനെയൊക്കെ തനിക്ക് തോന്നുന്നത്? പരസ്പരം മതിമറന്ന് നോക്കി നിൽക്കുമ്പോൾ അവൻ പതിയെ അവന്റെ കൈ ഉയർത്തി അവളുടെ കണ്ണുകൾ സ്പർശിച്ചു. കണ്ണുകളിൽ അവന്റെ കൈയുടെ ചൂട് തട്ടിയപ്പോൾ അവൾ ആകെ ഷോക്കായതുപോലെ കണ്ണുകൾ രണ്ടും അടച്ച് പിടിച്ചു. പെട്ടെന്ന് സ്വബോധം വന്ന അവൾ അവനെ തള്ളിമാറ്റി. അപ്പോഴാണ് അവനും സത്യത്തിൽ ബോധം വന്നത്. അബദ്ധം പറ്റിയത് രണ്ടുപേർക്കും മനസ്സിലായതോടെ പരസ്പരം അവർക്ക് മുഖം കൊടുക്കാൻ വയ്യാതെയായി. സിറ്റുവേഷൻ തിരിച്ചിടാൻ വേണ്ടി ആബിദ് സംസാരിക്കാൻ തുടക്കിയിട്ടു. നീ എന്താ രാവിലെ തന്നെ ഇവിടെ? അത് ഷർട്ട് വെച്ച സ്ഥലം അവൾ അവന് ചൂണ്ടിക്കാട്ടി. ഓ, അപ്പൊ അനുസരിക്കാനൊക്കെ അറിയാം. അവൾ പെട്ടെന്ന് അവിടുന്ന് സ്കൂട്ടാവാൻ നോക്കിയപ്പോൾ അവൻ പിന്നിൽ നിന്നും അവളെ വിളിച്ചു നിർത്തി. ഹലോ, എവിടേക്കാണ്? അവിടെ നിൽക്ക്, ഞാനും നോക്കട്ടെ നീ എത്രത്തോളം ഷർട്ട് ക്ലീൻ ചെയ്തെന്ന്. എന്നിട്ട് പോയാൽ മതി മോള്. ഒന്ന് ഞെട്ടിത്തിരിഞ്ഞ് അവൾ അവനെ നോക്കി. അവൻ ആ ഷർട്ട് എടുത്ത് കയ്യിൽ വെച്ചതും അവൾ തന്റെ കൈകൾ കൊണ്ട് മുഖം പൊത്തിപ്പിടിച്ചു. ഒരു നിമിഷം അവനാകെ ദേഷ്യം ഇരച്ചു കയറാൻ തുടങ്ങി. റബ്ബേ, ഞാൻ തീർന്നു. ഈ മരപ്പെട്ടി എന്നെ ഇവിടെ പിടിച്ചു വെക്കുന്നു ഞാൻ കരുതിയോ? എന്താ സംഭവം എന്നല്ലേ? ഷർട്ട് നിവർത്തി അവൻ അവൾക്ക് അഭിമുഖമായി പിടിച്ചു. ഒരു വലിയ തുള. അതിലൂടെ കണ്ണു രണ്ടും പൊത്തിപ്പിടിച്ചെടുക്കുന്ന അവളെ അവന് കൃത്യമായി കാണാൻ സാധിച്ചു. ഷർട്ട് മുഴുവൻ തുളകൾ കൊണ്ട് അഭിഷേകം നടത്തിയിരിക്കുന്നു. കോപത്താൽ ആബിദ് നിലത്തേക്ക് വലിച്ചെറിഞ്ഞു. ഒരലർച്ച കേട്ട അവള് ഒന്നും നോക്കാതെ ഡോർ ലക്ഷ്യമാക്കി തിരിഞ്ഞോടി. പക്ഷേ അതിനു മുന്നേ ആബിദ് പിറകെ വന്ന് ഡോറ് കൂട്ടിയടച്ച് ലോക്ക് ചെയ്തു. ഇപ്പോൾ ഡോറിന് മുന്നിൽ അവൾക്ക് പിറകിലായി തന്റെ രണ്ട് കരങ്ങൾ വെച്ച് അവളെയും ലോക്ക് ചെയ്തു. തിരിഞ്ഞു നോക്കാനുള്ള ഭയം കൊണ്ട് അഹാന ആ നിൽപ്പ് അങ്ങനെ തന്നെ തുടർന്നു. പെട്ടെന്ന് നോക്കിയപ്പോൾ തന്റെ ഇരുവശങ്ങളായി വെച്ച ആബിദിന്റെ കരങ്ങൾ അവിടെ കാണാനില്ല. സമയം കുറച്ചായിട്ടും ഒരു പ്രതികരണവും ഇല്ലാത്ത കാരണം അവൾ പതിയെ തിരിഞ്ഞു നോക്കി. പ്രതീക്ഷിക്കാത്ത എന്തോ തന്റെ ദേഹത്ത് വീണ് കണ്ട് അവളാകെ ഭയന്നു. കണ്ണു തുറന്നു നോക്കിയപ്പോൾ കൊല്ലാനുള്ള ദേഷ്യത്തിൽ തന്നെ ദഹിപ്പിക്കുന്ന നോട്ടമായി മുന്നിൽ നിൽക്കുന്ന ആബിദിനെയാണ് കണ്ടത്. അവന്റെ കയ്യിലെ കോഫിയുടെ കപ്പ് കണ്ടപ്പോഴാണ് ആ മരപ്പെട്ടി തന്റെ ദേഹത്തെ കോഫി മറിച്ചാണെന്ന് മനസ്സിലായത്. നേരത്തെ വെച്ച കോഫി ആയതുകൊണ്ട് ചൂടൊന്നും ഉണ്ടായിട്ടില്ല. ഭാഗ്യം. ഒരു നിമിഷം അവൾ തന്റെ ഡ്രസ്സിലേക്ക് കണ്ണു നീക്കി. താനിന്നിട്ടത് പ്യൂർ വൈറ്റ് ടോപ്പ്. അതിൽ കോഫി മറിഞ്ഞാലുള്ള അവസ്ഥ എന്താണെന്ന് പറയാൻ തന്നെ അറിയാലോ. അത്രയും സമയം പേടിച്ചെന്ന് അവൾക്ക് പൊടുന്നനെ അവനെ കൊല്ലേണ്ട ദേഷ്യം വന്നു. കോളേജിൽ പോവേണ്ടതല്ല റബ്ബേ, ഇപ്പൊ തന്നെ സമയം കുറേയായി. ഞാൻ മനസ്സിൽ കരുതി. ഡോ, താൻ എന്തായി ചെയ്ത്? ഇതിട്ട് ഞാൻ എങ്ങനെ കോളേജിൽ പോവാ? എന്താ തന്റെ വിചാരം? അവൾ അതും പറഞ്ഞ് അവന് നേരെ വിരൽ ചൂണ്ടിയതും അവൻ അവളുടെ കൈ പിടിച്ചു വലിച്ച് തന്റെ നെഞ്ചോട് അടുപ്പിച്ചു. നിന്നോട് ഞാൻ പറഞ്ഞതാ, മര്യാദക്ക് ചെയ്തില്ലെങ്കിൽ നിനക്കുള്ള പണിഷ്മെന്റ് ഇതായിരിക്കില്ലെന്ന്. ഏതായാലും നീ ഇന്ന് വൈറ്റ് ഡ്രസ് ഇട്ടത് വളരെ നന്നായി. ഇപ്പോ ഈക്വൽ. ദേഷ്യം ഇരഞ്ഞു കയറി അവൾ അവനിൽ നിന്ന് കുതിരിമാറാൻ കുറെ പരിശ്രമിച്ചു. അവന്റെ ഫോൺ റിങ് ചെയ്തത് കറക്റ്റ് ടൈമിലായതുകൊണ്ട് അവൻ അവളെ സ്വതന്ത്രയാക്കി. തിരിഞ്ഞിന്ന് അവൻ കോൾ അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് അവൻ വീണ്ടും അവളുടെ നേരെ തിരിഞ്ഞതും അവന്റെ മുഖത്തേക്ക് മഴ പെയ്ത പോലെ വെള്ളം വീണത് ഒരുമിച്ചായിരുന്നു. തന്റെ മുന്നിൽ ഒരു ജഗ്ഗുമായി നിൽക്കുന്നവൾ. കോഫി മറിച്ചതിന് അവൾ അവനക്കിട്ട് നല്ല പണി കൊടുത്തു. ജഗ്ഗിലുള്ള വെള്ളം മുഴുവൻ അവൾ അവന്റെ ദേഹത്തേക്ക് ഒഴിച്ച് പ്രതികാരം വീട്ടി. കോപത്താൽ രണ്ടുപേരുടെയും കണ്ണുകൾ പരസ്പരം ഉടക്കി നിന്നു. ഇനി അവിടെ നിന്നാൽ ശരിയാവില്ലെന്നുള്ളതുകൊണ്ട് അഹാന ആബി തന്റെ അടുത്തേക്ക് വരാൻ നോക്കിയതും അവനെ തള്ളിമാറ്റി ഡോർ ലക്ഷ്യമാക്കി ഓടി. വാതിൽക്കലെത്തിയപ്പോൾ മുന്നിൽ ദേ നിൽക്കുന്നു ആബിദിന്റെ ഉമ്മ. ഒരു നിമിഷം അവർ ഞങ്ങൾ രണ്ടുപേരെയും മാറി മാറി നോക്കി. ഇതെന്താ മോൾ നിന്റെ ഡ്രസ്സിലൊക്കെ വല്ലതും അറിഞ്ഞോ? അവൾ നിന്ന് പരിങ്ങാൻ തുടങ്ങി. നോട്ടം പോയത് നേരെ ആബിദിന്റെ നേരെയാണ്. ആബി, നീയോ ആകെ നനഞ്ഞിരിക്കുന്നല്ലോ. നീ എന്താ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണോ കുളിക്കാൻ പോയത്? അതുമ്മി, ഞാൻ പെട്ടെന്നൊന്ന് സ്ലിപ്പായതാ. അപ്പൊ ആ ടീപ്പോയിൽ തട്ടി വീഴാൻ പോയി. ആബിക്ക് പിടിച്ചായിരുന്നു. പക്ഷെ ടീപ്പോയിൽ ഉണ്ടായിരുന്ന കോഫി എൻ്റെ ദേഹത്തും വെള്ളം ആബിക്കയുടെ ദേഹത്തും മറിഞ്ഞുപോയി. അവൾ പെട്ടെന്ന് വായിൽ തോന്നി കള്ളം പറഞ്ഞൊപ്പിച്ചു. എന്താ മോളെ, സൂക്ഷിക്കണ്ടേ? വല്ലതും പറ്റിയെങ്കിലോ? ഇനി ഈ കോലത്തിൽ എങ്ങനെയാ കോളേജിൽ പോവാ? ഞാൻ പെട്ടെന്ന് പോയി ഡ്രസ്സ് മാറി വരാം ഉമ്മി. ഇനി അവിടെ പോയി മാറാൻ നിൽക്കണ്ട. ഇവിടെ മാജിയുടെ ഡ്രസ്സ് ഉണ്ടാവും. തൽക്കാലം അതിട്ട് കോളേജിൽ പോവാൻ നോക്ക്. അവൾ അവിടുന്ന് പോവാനായി തിരിഞ്ഞു. അതിനിടയ്ക്ക് ആബിദിനെ നോക്കി കണ്ണുരുട്ടി പേടിപ്പിക്കാനും മറന്നില്ല. രണ്ടുപേരുടെയും നോട്ടത്തിൽ തന്നെ ആബിദിനും ഉമ്മാക്ക് കാര്യം പിടികിട്ടിയിരുന്നു.
അവർ പതിയൊന്ന് പുഞ്ചിരിച്ച് അവിടുന്ന് പോയി. രണ്ടുപേരും കോളേജിൽ പോകാനായി ഒരുങ്ങി താഴെ ഹാളിൽ ചെന്നു. അവിടെ ആബിദ് ഫുഡ് കഴിക്കുകയായിരുന്നു. സ്റ്റെയർ ഇറങ്ങി വരുന്ന അഹാനെ കണ്ട് അവനൊരു നിമിഷം അവളെ തന്നെ നോക്കിയിരുന്നു പോയി. ഡാർക്ക് ഗ്രീൻ ബലൂൺ ടോപ്പായിരുന്നു അവൾ ഇട്ടത്. അതിലവൾ അതിസുന്ദരിയായിരുന്നു. വെളുത്തു തുടുത്ത അവളുടെ ആ ശരീരത്തിൽ ആ കളർ നല്ലപോലെ ഇണങ്ങി നിന്നു. മക്കളെ, ഫുഡ് കഴിച്ചിട്ട് പോ, ഇങ്ങ് വന്നേ. ആബിദിന്റെ ഉമ്മ അവർ വിളിച്ചു. വേണ്ട ഉമ്മി, ഇപ്പൊ തന്നെ ലേറ്റായി. ഇനി ലേറ്റായാലേ ക്ലാസ്സിന് പുറത്തേക്കേണ്ടി വരും. ആബി, നിനക്ക് ഇവരുടെ കോളേജ് വഴിയല്ലേ സൈറ്റിലേക്ക് പോവേണ്ടത്. രണ്ടിനെയും പോണ വഴിക്കൊന്ന് കോളേജിൽ ഇറക്കി കൊടുക്കുക കേട്ടോ. ഉമ്മി അത് പറഞ്ഞപ്പോൾ ആബിക്ക് എന്നെയും തുറിച്ചു നോക്കി. അത് ഉമ്മ, എനിക്ക് ടൈമില്ല. ഈ ഒന്നും പറയണ്ട, അവരെ ഇറക്കിയിട്ട് പോയാൽ മതി, എവിടേക്കാണെങ്കിലും. ഉമ്മിയെന്ന് കടുപ്പിച്ച് പറഞ്ഞപ്പോൾ ആബിക സമ്മതിച്ചു. ഞങ്ങൾ രണ്ടുപേരും കാറിന്റെ പിൻസീറ്റിലായിരുന്നു ഇരുന്നത്. ഡ്രൈവിംഗ് സീറ്റിലേക്ക് വന്ന ആബികയെ കണ്ട് ഞാനൊന്ന് ഞെട്ടി. മൂപ്പരിട്ടത് വൈറ്റ് ഷർട്ട് ആൻഡ് ബ്ലാക്ക് ജീനായിരുന്നു. അല്ലെങ്കിലേ മൂപ്പർക്ക് വൈറ്റ് ഷർട്ട് ഇട്ട ഒടുക്കത്തെ ഗ്ലാമറാണ്. അതിൻ്റെ കൂടെ റെയ്ബാൻ ഗ്ലാസ് ഒക്കെ ഇട്ട് പൊളിയായിട്ടാ വരവ്. ചാച്ചു പറഞ്ഞ് വെറുതെ അല്ല, എന്നാ ഗ്ലാമറാ പുള്ളി. ആ അയൺ ചെയ്ത മുടി നെറ്റിയിൽ വീണെടുക്കുന്ന കാണുമ്പോൾ തന്നെ ഹോ, വല്ലാത്ത ഫീലാ. പക്ഷെ പറഞ്ഞിട്ടെന്താ, സ്വഭാവം വെറും കാട്ടുമാക്കാൻ്റെ അല്ലേ. അവൾ മനസ്സിൽ ഓരോന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴേക്കും ആബിദ് ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു. ഫ്രണ്ട് മിററിലൂടെ അവൾ അവനെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. അതേസമയം തന്നെ അവന്റെ കണ്ണുകളും അവിടെ നേർക്ക് പതിച്ചപ്പോൾ അവൾ ആകെ ചമ്മി പണ്ടാരടങ്ങി. അത് കണ്ടുകൊണ്ടാണോ അവൻ പതിയെ പുഞ്ചിരിച്ചു. വണ്ടി പതിയെ മുന്നോട്ട് ചലിക്കാൻ തുടങ്ങി. യാത്രയിലുടനീളം ആബിദിന്റെയും അഹാനയുടെയും കണ്ണുകൾ പരസ്പരം കോർത്തുകൊണ്ടേയിരുന്നു. അവരുടെ കോളേജിന് മുന്നിലെത്തിയതും അവന്റെ കാറിന്റെ ടയർ പഞ്ചറായതും ഒരുമിച്ചായിരുന്നു. ആബിദ് കാറിൽ നിന്നിറങ്ങി പഞ്ചറായ ടയർ നോക്കി ദേഷ്യം കൊണ്ട് ബോണറ്റിൽ കൈകൊണ്ട് അടിച്ചു. ഞാനും മാജിയും വണ്ടിയിൽ നിന്നിറങ്ങി ആബിക്കയെ നോക്കി. ഇനിയിപ്പോൾ എന്താ ചെയ്യേക്ക? അവൻ മാജിയെ നോക്കി ചെവിയിൽ ഫോൺ വെച്ച് 1 മിനിറ്റ് എന്ന് ആഗ്യം കാണിച്ചു. ആബിക ഫോൺ വിളിച്ച് വേറെ കാർ റെഡിയാക്കി. ഞങ്ങൾ കോളേജിലേക്ക് കയറാൻ ഒരുങ്ങിയതും ആബിക പുറകെ നിന്ന് മാജിയെ വിളിച്ചു. മാജി, കാർ വരുമ്പോഴേക്കും കുറച്ച് സമയമാവും. പിന്നെ ഞാൻ നിങ്ങളുടെ കോളേജിൽ വരാനിരിക്കുകയായിരുന്നു. നമ്മുടെ കമ്പനി നിങ്ങളുടെ കോളേജിലെ സ്റ്റുഡൻസിന് ഒരു സ്കോളർഷിപ്പ് കൊടുക്കാൻ പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ പ്രിൻസിപ്പളായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. എന്തായാലും ഇവിടെ വരെ എത്തിയതല്ലേ, എനിക്കൊന്ന് പ്രിൻസിപ്പളുടെ ഓഫീസ് കാണിച്ചു തന്നിട്ട് ക്ലാസ്സിൽ കയറിക്കോ. ആ, അതിനെന്തൊക്കെ, നിങ്ങൾ വാ, ഞങ്ങൾ കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങളുടെ കൂടെ ആബിക്കയും ക്യാമ്പസിലേക്ക് വന്നു. ഞങ്ങൾ കോളേജിൽ എത്തുമ്പോഴേക്ക് ക്ലാസ്സൊക്കെ തുടങ്ങിയിരുന്നു. ഇക്ക, എന്തായാലും ലേറ്റായത് നന്നായി, അല്ലെങ്കിൽ കാണായിരുന്നു. ഇക്കാക്ക് ഇതിലൂടെ നേരവണ്ണം നടന്നു പോകാൻ പറ്റിയെന്ന് വരില്ല. ആബിക്കൊരു ചോദ്യരൂപേണ മാജിയെ നോക്കി. അല്ല, വേറൊന്നുമല്ല, ഈ കോളേജിലെ ഓൾമോസ്റ്റ് എല്ലാ പെൺപിള്ളേരും ഇക്കാന്റെ വലിയ ഫാൻസാണ്. PR ഗ്രൂപ്പ് ഓഫ് കമ്പനിയെ പറ്റി ആർക്കും അറിയാത്തത്. ആൻഡ് അതിന് MD CEO ആയ ഇക്ക പെൺപിള്ളേരുടെയൊക്കെ മനസ്സിൽ കയറിയിരിക്കുകയല്ലേ. പെൺപിള്ളേർക്ക് വേറെ പണിയില്ലേ, ഈ മരപ്പട്ടിയെ കിട്ടിയുള്ളൂ ആരാധിക്കാൻ. ഞാനത് പറഞ്ഞ് ഇച്ചിരി ഉച്ചത്തിലായെന്നൊരു സംശയം. കാരണം ആബിക്കിനെ തുറിച്ചു നോക്കുന്നുണ്ടായിരുന്നു. മാജി എൻ്റെ കയ്യിൽ അമർത്തി പിടിക്കുകയും ചെയ്തു. ഞാൻ പിന്നൊന്നും മിണ്ടിയില്ല, ആകെ പ്ലിങ്ങായി. മാജി പറഞ്ഞതിൻ്റെ പൊരുള് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. ഓരോ ക്ലാസ്സിന് മുന്നിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോഴും പെൺപിള്ളേരും ആൺപിള്ളേരൊക്കെ ഒരുപോലെ തലതിരിച്ച് എക്സൈറ്റഡായി ആബിക്കെ തന്നെ നോക്കിയാണ്. ഇങ്ങനെ കണ്ട് അവറ്റകളുടെയൊക്കെ കിളികൾ പല വഴിക്കായി പറന്നുപോയെന്നാ തോന്നുന്നത്. ഡീ, അതാരാ നോക്കിയേ? ദി ഫേമസ് ബിസിനസ് മാൻ മിസ്റ്റർ ആബിദ് അല്ലേ ഇത്? അല്ലോ, എന്നാ മൊഞ്ചാടി അങ്ങേര്. ആ ശരിയാ, ഇങ്ങനെ എന്താടി നമ്മുടെ കോളേജിൽ ചാൻസ് ഉണ്ടെങ്കിൽ ഒരു സെൽഫി എടുക്കായിരുന്നു. പെൺപിള്ളേർ പരസ്പരം ആത്മകഥം പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴേക്കും എവിടുന്നൊക്കെ കുറെ പിള്ളേർ വന്ന് ആബികയുടെ ചുറ്റിനും കൂടി. കൈ കൊടുക്കലും സെൽഫി എടുക്കലും ഒന്നും പറയണ്ട. എനിക്കാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ ചൊറിഞ്ഞ് കയറുന്നുണ്ട്. ഞാനും ആജി ഒരു വശത്തേക്ക് മാറി നിന്നിരുന്നു. അതിനിടയ്ക്ക് ആബിക എന്നെ നോക്കി ഒരു പുച്ഛഭാവം തന്ന പോലെ തോന്നി. നേരത്തെ ഞാനങ്ങനെ പറഞ്ഞുകൊണ്ടായിരിക്കും. അവിടെയുള്ള ബഹളമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പ്രിൻസിപ്പാളിന്റെ ഓഫീസിലെത്തി. ആബിക പ്രിൻസിപ്പളുടെ റൂമിൽ കയറി. ഞങ്ങൾ പുറത്തായി നിന്നു. ഇതിനെ കണ്ടിട്ട് പ്രിൻസിപ്പളും ആകെ എക്സൈറ്റഡ് ആണല്ലോ. ഇങ്ങനെ ഇത്രയും വില ഉണ്ടായിരുന്നോ? എല്ലാവർക്കും ഒരുപോലെ വട്ടായ എന്താ ചെയ്യുക? ആബിക പ്രിൻസിയുമായി കാര്യമായിട്ട് ഡിസ്കഷനിലാണ്. ഞങ്ങൾ പ്രിൻസി കാണാൻ പറ്റില്ല, മറിച്ച് ആബിക കാണാൻ പറ്റുന്ന വിധത്തിലാണ് പുറത്ത് നിന്നത്. പെട്ടെന്നൊരു കാൽപെരുമാറ്റം കേട്ടാണ് ഞാനും ആജി തിരിഞ്ഞു നോക്കിയത്. എൻ്റെ റബ്ബേ ഫയാസ്, എൻ്റെ റബ്ബേ ഫയാസ്. മോളെ അഹാന, നിനക്കുള്ള പണി വണ്ടിയും പിടിച്ച് വരുന്നുണ്ട്. ഇവനെ മിക്കവാറും ഞാൻ തല്ലിക്കൊല്ലും. അവനെ കണ്ടതും എൻ്റെ കൈകാലുകൾ ആകമാനം കിടന്ന് വരയ്ക്കാൻ തുടങ്ങി. ഇന്ന് ലേറ്റ് ആയതുകൊണ്ട് അവൻ്റെ മുന്നിൽ പെടാതെ വേഗം ക്ലാസ്സിൽ കയറാമെന്ന് വിചാരിച്ചതായിരുന്നു. ഈ തെണ്ടിക്ക് ക്ലാസ്സും ഇല്ലേ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? നമ്മളിവിടെ നിൽക്കുന്നത് അവൻ കണ്ടിട്ടുണ്ടാവും. മാജിയുടെ കയ്യിൽ ബലമായി പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് തന്നെ അവൻ കാണാത്ത വിധത്തിൽ തിരിഞ്ഞിരുന്നു. ഒരു കൈ മുഖത്തോട് അടുപ്പിച്ച് തല താഴ്ത്തി താഴേക്ക് നോക്കിയിരുന്നു. പെട്ടെന്ന് മാജിയുടെ കാലുകൾ കൂടാതെ എൻ്റെ മുന്നിലായി മറ്റൊരു കാൽ കൂടി ഞാൻ ശ്രദ്ധിച്ചു. നൈക്കിൻ്റെ ഷൂസ്. ഞാൻ പതിയെ മുഖമുയർത്തി നോക്കി. ദേ നിൽക്കുന്നില്ല അവൻ, ഫയാസ്. അവനെ കണ്ടതും ഞാൻ കണ്ണ് രണ്ടും അടച്ച് വീണ്ടും താഴേക്ക് തന്നെ നോക്കിയിരുന്നു.
ഡോ താൻ എന്താണ് ഒരുമാതിരി കളി കളിക്കുന്നത്? താൻ ഇന്ന് എത്ര ടൈം കാത്തുനിന്നറിയോ? ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്റെ ആ കണ്ണുകൾ എനിക്ക് കണ്ണിറെ കാണണം എന്നിട്ട് ക്ലാസ്സിലേക്ക് പോകാൻ പാടുള്ളൂ എന്ന്. ഞാനങ്ങനെ പറഞ്ഞുകൊണ്ടാണോ ഇന്ന് കരുതിക്കുട്ടി ലേറ്റാക്കിയത്? തന്നെ കാണാഞ്ഞുകൊണ്ട് ഞാനിന്ന് ഫസ്റ്റ് അവർ ക്ലാസ്സിൽ കയറിയില്ല. ഞാനാണെങ്കിൽ ആകെ പേടിച്ച് പണ്ടാരടങ്ങി നിൽക്കുകയാണ്. ഡോ താനെന്താ ഇങ്ങനെ തലയും താഴ്ത്തി നിൽക്കുന്നത്? ഒന്നിങ്ങോട്ട് നോക്കടോ. എൻ്റെ പെണ്ണിൻ്റെ മുഖം ഞാനൊന്ന് ശരിക്കും കാണട്ടെ. അത് കേട്ടപ്പോൾ എനിക്ക് എവിടുന്ന് ദേഷ്യം കയറി. ആരാണോ തൻ്റെ പെണ്ണ്? ഞാൻ പറഞ്ഞോ ഞാൻ തൻ്റെ പെണ്ണാണെന്ന്? അതിപ്പോൾ നീ പറഞ്ഞാലില്ലെങ്കിലും നീ എൻ്റെ മാത്രം പെണ്ണ. വേറൊരുത്തരും വിട്ടുകൊടുക്കില്ല ഞാൻ നിന്നെ. ഈ ഫയാസിൻ്റെ പെണ്ണ് കേട്ടല്ലോ. പിന്നെ അഹാന, ഈ ഡ്രസ്സിൽ താനൊരു ഹൂറിയെ പോലെ ഉണ്ട്. ഇപ്പൊ തന്നെ നിന്നെ തൂക്കിയെടുത്ത് കൊണ്ടുപോകാനാ തോന്നുന്നത്. യു ആർ സോ ബ്യൂട്ടിഫുൾ ഇൻ ദിസ് ഡ്രസ്. ആണോ? പറഞ്ഞു നന്നായി. ഇനിയിപ്പോൾ ഈ ഡ്രസ്സ് എടുത്ത് കത്തിക്കാലോ. താനിങ്ങനെ ചൂടാവുമ്പോൾ തൻ്റെ മുഖാകെ ചുവന്നു തുടുത്ത് വരുന്നുണ്ട്. വെറുതെ എൻ്റെ കൺട്രോള് കളയരുത് കേട്ടല്ലോ. അല്ല നീ എന്താ ഇന്ന് കാജിലിടായിരുന്നു? എനിക്ക് സൗകര്യമില്ല ഇട്ടാ. വെറുതെ ശല്യപ്പെടുത്താൻ പോകാൻ നോക്ക് ഫയാസ്. പ്രിൻസിപ്പൽ ഓഫീസാണ്, വെറുതെ ഒരു സീനാക്കാൻ നിൽക്കണ്ട. നീ എന്താ പേടിപ്പിക്കുകയാണോ? നിനക്കറിയാലോ എൻ്റെ ഉപ്പാനെ പറ്റി. ഈ പ്രിൻസിപ്പൾ എന്നല്ല, സാക്ഷാൽ ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും എന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. സോ ഇമാതിരി പേടിപ്പിക്കലൊന്നും ഇങ്ങോട്ട് വേണ്ട. ഞാനിനി ഈ ഇയർ കൂടി എവിടെ ഉള്ളൂ. അതിലേക്ക് താൻ എന്നോട് യെസ് പറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താ വേണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവൾ അവന് മുഖം കൊടുക്കാതെ പുറത്തേക്ക് കണ്ണിട്ടിരുന്നു. ഒരു നിമിഷം അവളുടെ നോട്ടം പ്രിൻസിപ്പലിന്റെ ഓഫീസിനുള്ളിലേക്ക് നീങ്ങി. അവിടെ കണ്ട കാഴ്ച ആബിക കത്തിജ്വലിക്കുന്ന കണ്ണുകളുമായി ഫയാസിനെ തന്നെ നോക്കി നിൽക്കുന്നു. ദേഷ്യം ഞരമ്പുകളിലൂടെ ഇരഞ്ഞു പൊന്നെന്ന് എനിക്ക് കൃത്യമായിട്ട് കാണാൻ സാധിച്ചു. ഇപ്പോൾ കയ്യിൽ കിട്ടിയ ഫയാസിനെ നുറുക്കി കൊന്നിരിക്കും. അതിക്കിടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.